Let G be a graph with ബാക്കിയുള്ളവർ D. കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്നുള്ളതാണ് അടുത്തത്. കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന G ബാർ എന്നാണ്. കോംപ്ലിമെന്റ് ഓഫ് G ഡിനോട്ടഡ് ബൈ G ബാർ. അതിൽ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ അത് അത്ര നമുക്ക് അങ്ങോട്ട് തലയിലോട്ട് കയറത്തില്ല. കോംപ്ലിമെന്റ് G ബാർ ഓഫ് G ഈസ് ഡിഫൈൻഡ് ടു ബി ദ സിമ്പിൾ ഗ്രാഫ് വിത്ത് ദ സെയിം വെർട്ടെക്സ് സെറ്റ്. ഒറിജിനൽ ഗ്രാഫിലും കോംപ്ലിമെന്റിലും വെർട്ടെക്സ് സെറ്റ് ഒന്ന് തന്നെയാണ്. As G and where two vertices U and V are adjacent precisely when they are not adjacent in G. അത് വായിക്കാൻ എഴുതാൻ നമുക്കത് തലയിലോട്ട് കയറത്തില്ല. അതിലും നല്ലത് ഈ ഡെഫിനേഷൻ എഴുതി വെക്കുന്നതാണ്. ഇത് എഴുതാം റഫ്ലി. കോംപ്ലിമെന്റ് എന്താണെന്ന് മനസ്സിലാവണം. ഇത് റഫ്ലി സ്പീക്കിംഗ്, ദി complement of G can be obtained from the complete graph Kn by rubbing out all the edges of G. ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ അതിന്റെ ഇപ്പം ഇത് തന്നെ നോക്കാം. ഇവിടെ G എന്ന് പറയുന്നത് ഈ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഗ്രാഫാണ്. ഇതാണ് ഇവിടെ G. ഇതിന്റെ കോംപ്ലിമെന്റ് കിട്ടണേല് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുക. ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആവണമെങ്കിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സ് തമ്മിൽ എഡ്ജ് വേണം. അപ്പൊ ഇത് 1, 2, 3, 4, 5, 6 വെർട്ടെക്സ് ഉള്ള ഇതിന്റെ K6 കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 6 വെർട്ടിസസ്. അപ്പോ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെയുള്ള എഡ്ജസ് അതുപോലെ വരും, ഇങ്ങനെ വരും, ഇത് വരും. ഇനി ഇവിടെ ഇല്ലാത്തത് നമ്മൾ വരച്ച് ചേർക്കുന്നത്, അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് ആക്കണമെങ്കിൽ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സ് തമ്മിൽ എഡ്ജ് വേണം. ഇങ്ങനെ എഡ്ജ് ഇല്ലായിരുന്നു, ഇങ്ങനെ എഡ്ജ് ഇല്ലായിരുന്നു, ഇങ്ങനെ എഡ്ജ് ഇല്ല, ഇങ്ങനെ എഡ്ജ് ഇല്ല, ഇതില്ലായിരുന്നു, ഇതില്ലായിരുന്നു. ഇനിയുണ്ടോ? ഇനി എഡ്ജ് വരാനുണ്ട്. അതായത് ഈ വെർട്ടെക്സും തമ്മിൽ എഡ്ജ് ഇല്ല, ഇതുമായിട്ട് എഡ്ജ് ഇല്ല, ഇതുമായിട്ട് എഡ്ജ് ഇല്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കിയിട്ട് ഇതിൽ നിന്ന് ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന എഡ്ജസ് റബ്ബ് ചെയ്യുക, കളയുക. അപ്പോഴാണ് ഇതിന്റെ കോംപ്ലിമെന്റ് കിട്ടുക. ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന എഡ്ജസ്, ഇതിന്റെ കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന എഡ്ജസ് റബ്ബ് ചെയ്യുക. അപ്പൊ ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് ഞാൻ റബ്ബ് ചെയ്യുകയാണ്. അപ്പൊ ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും. അപ്പൊ ഇതാണ് ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, G ബാർ. മനസ്സിലായോ? മനസ്സിലായി. ആ, അപ്പൊ ഈ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അവർ ചോദിക്കുകയാണെങ്കിൽ എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുക. കംപ്ലീറ്റ് ഗ്രാഫ് ആക്കിയിട്ട് അതിൽ നിന്ന് അല്ലെ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക. ആദ്യം ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുന്നത്, എന്നിട്ട് ഈ മൂന്നും വരച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സെന്റൻസ് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഫിഗറും കൂടെ വരച്ചിട്ട് കൊടുക്കുക.
ഞാനത് 3 വരയ്ക്കാം, 3 ഫിഗർ വരയ്ക്കാം. ഇത് K6, കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 6 വെർട്ടിസസ്. അതിൽ നിന്ന് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ജി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചിട്ടു, 3 വരച്ചിട്ടു. അത് വരച്ചത് ശരിയായില്ല. അതിന്റെ ആ മിഡിൽ പോയിന്റിൽ കൂടെ പോകണം. പോയിന്റ് ശരിയായില്ല. രണ്ട് ഗ്രാഫിലും ജിയിലും ജി ബാറിലും വെർട്ടെക്സ് സെറ്റ് സെയിം തന്നെ. എഡ്ജസിന്റെ എണ്ണോ ഇവിടെ 1, 2, 3, 4, 5, 1, 2, 3, 3, 6. ഇവിടെയും 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6, 2, 3, 6. എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 എഡ്ജസ് വരുന്നുണ്ട്. ഇത് വരച്ചോ? വരച്ചെങ്കിൽ അതിന്റെ അടുത്തതിലേക്ക് പോവാം. ഫൈൻഡ് ദ കോംപ്ലിമെന്റ്സ് ഓഫ് ദി ഗ്രാഫ് ഇൻ ഫിഗർ 131. അതുപോലെ അടുത്തതിന്റെയാണ് ഇതിന്റെ കോംപ്ലിമെന്റ്സ്. ഇതിന്റെ കോംപ്ലിമെന്റ് വരയ്ക്കുമ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുമ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം, പിന്നെ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, പിന്നെ വല്ലതും ഉണ്ട്, ഇങ്ങനെയുണ്ട്, 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 ഇങ്ങനെയുണ്ട്. എന്നിട്ട് ഒറിജിനൽ വെട്ടിക്കളയുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ കോംപ്ലിമെന്റ്സ് ഓഫ് ദി ഗ്രാഫ് ഇൻ ഫിഗർ 131. അത് വരച്ചിട്ട് കൊടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജി ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. ഒന്ന്, 2, 3, 4, 5, 6 വെർട്ടെക്സ് ആണ്. 6 വെർട്ടെക്സ് ആണ്. അതിൽ നമ്മൾ K6 വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 6 വെർട്ടിസസ്.
K6 വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് വരയ്ക്കുക. ഇപ്പോൾ ഉള്ളത് വരച്ചു. ഇനി ഇവിടെ ഇല്ലാതിരുന്ന എഡ്ജസ് വരയ്ക്കുക. ഇല്ലാതിരുന്നത് ഇതൊന്ന്, 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 ഇങ്ങനെയൊന്ന്, 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 ഇങ്ങനെയൊന്ന്. ഇനി വല്ലതും ഉണ്ടോ? ഇനിയുണ്ട്. ഇനിയുണ്ട്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഇങ്ങനെ, ഇങ്ങനെ. അപ്പൊ ഇതിൽ നിന്ന് G കോംപ്ലിമെന്റ് വരയ്ക്കുമ്പോ ഈ നീല എല്ലാം എടുത്തു കളഞ്ഞാൽ അത് G കോംപ്ലിമെന്റ് ആയി. നീല എഡ്ജസ് ഒക്കെ എടുത്തു കളഞ്ഞാൽ G കോംപ്ലിമെന്റ് ആയി. നിങ്ങൾ വരയ്ക്കുന്നുണ്ടോ? ഉണ്ട് സാർ. നീല മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്റ്റാർ ഉണ്ട്, ഇങ്ങനെ 2 സ്റ്റാർ ഉണ്ട്. പിന്നെന്താണുള്ളത്? പിന്നെ ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഇതാണ് G ബാർ. ശരിയല്ലേ? അതെ സാർ. അതുപോലെ പിന്നെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് 1 2 3 4 5 വെർട്ടക്സിന്റെ ഒരെണ്ണമാണ്. ഇവിടുത്തെ G എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് 1 2 1 2 3 4 5 വെർട്ടക്സ്. ഇത് G. ഇനി കംപ്ലീറ്റ് ഗ്രാഫോൺ 5 വെർട്ടക്സ് K5 വരയ്ക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി ഇല്ലാത്തത് വരയ്ക്കാം. ഇതില്ലായിരുന്നു, ഈ എഡ്ജ് ഇല്ലായിരുന്നു, ഇതില്ലായിരുന്നു, ഇതില്ലായിരുന്നു. പിന്നെ ഏതാ? ഇത്രേ ഉള്ളൂ ഇല്ലാത്തത് അല്ലേ? ബാക്കിയെല്ലാം അവിടെ ഉള്ളതാണ്. അപ്പൊ അത് നീലയ്ക്ക് തന്നെ വരയ്ക്കാം. ഇതാണ് K5. ഇനി ഇതിൽ നിന്ന് ഒറിജിനൽ ഗ്രാഫിലെ എഡ്ജസ് എടുത്തു കളയുക. സോ G ബാർ നാല് 5.
ഇതാണ് ജി ബാർ. ഈ ഫിഗറിൽ, അടുത്ത ഫിഗറിൽ കുറെ വെർട്ടിസസ് മാത്രമേ ഉള്ളൂ. 1 2 3 4 5 6. അതിന്റെ കോംപ്ലിമെന്റ് എന്ത് വരും? അതിന്റെ കോംപ്ലിമെന്റ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇതായിരിക്കും അതിന്റെ കോംപ്ലിമെന്റ്. കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 6 വെർട്ടിസസ്. ശരിയല്ലേ? ഇതിന്റെ കോംപ്ലിമെന്റ് ഇപ്പൊ ഇവിടെ ഓൾറെഡി എഡ്ജസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളാം. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ സാധനമായിരിക്കും. അതായത് ഇവിടെ ഓൾറെഡി എഡ്ജസ് ഒന്നുമില്ല. കംപ്ലീറ്റ് ഗ്രാഫ് ആക്കുക. അവിടെ നിന്ന് ഒറിജിനൽ ഗ്രാഫിൽ ഉണ്ടായിരുന്ന എഡ്ജസ് കളയുക. അപ്പൊ ഇത് വരും അതിന്റെ കോംപ്ലിമെന്റ്. ഇനി സെൽഫ് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അടുത്ത ഡെഫിനേഷൻ ആണ്. എ സിമ്പിൾ ഗ്രാഫ് ഈസ് സെൽഫ് കോംപ്ലിമെന്ററി. നമ്മൾ കോംപ്ലിമെന്ററി ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൽഫ് കോംപ്ലിമെന്ററി ഇഫ് ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു ഇറ്റ്സ് ഓൺ കോംപ്ലിമെന്റ്. ഒരു ഗ്രാഫ് സെൽഫ് കോംപ്ലിമെന്ററി ആകണമെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്റുമായിട്ട് ഐസോമോർഫിക് ആകണം. ഐസോമോർഫിക് ആകണമെങ്കിൽ സെയിം നമ്പർ ഓഫ് ഏതൊരു ഗ്രാഫിന്റെയും കോംപ്ലിമെന്റിനകത്ത് സെയിം നമ്പർ ഓഫ് വെർട്ടിസസ് ആണുള്ളത്. വെർട്ടിസസിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷെ എഡ്ജിന്റെ എണ്ണം തുല്യമാകണമെന്നില്ല. കോംപ്ലിമെന്റിന്റെ ഗ്രാഫിലും എഡ്ജിന്റെ എണ്ണം തുല്യമാവത്തില്ല. ചില കേസിൽ ഡിഫറെന്റ് ആയിട്ട് വരും. ഐസോമോർഫിക് ആകുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കും. ഫൈൻഡ് വിച്ച് ഓഫ് ദി ഗ്രാഫ്സ് ഇൻ ഫിഗർ 131 ആർ സെൽഫ് കോംപ്ലിമെന്ററി. അപ്പൊ നമ്മൾ ഇത് സെൽഫ് കോംപ്ലിമെന്ററി ആണോ? അല്ല. ഇതിനകത്ത് എത്ര ഉണ്ട്? ഗ്രാഫ് ഓൺ 6 vertices has n into n minus 1/2 edges. അപ്പൊ 6 into 5/2 15 എഡ്ജസ് ഉണ്ട് കംപ്ലീറ്റ് ഗ്രാഫിൽ. അപ്പോൾ അത് സെൽഫ് കോംപ്ലിമെന്ററി ആവത്തില്ല. ഇതിനെ പപ്പാതിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? സെൽഫ് കോംപ്ലിമെന്ററി ആകണമെങ്കിൽ കോംപ്ലിമെന്റിനകത്തും ഗ്രാഫിനകത്തും സെയിം നമ്പർ ഓഫ് എഡ്ജസ് വരണം. വേണ്ടേ? അപ്പൊ 6 വെർട്ടിസ് ഉള്ള ഗ്രാഫിന്റെ കംപ്ലീറ്റ് ഗ്രാഫിൽ 15 എഡ്ജസ് വരും. പക്ഷെ അതിന്റെ പകുതി മറ്റേതിനകത്തും 15നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സെൽഫ് കോംപ്ലിമെന്ററി അല്ല. 6 നേരെ മറിച്ച് ഇത് സെൽഫ് കോംപ്ലിമെന്ററി ആണ്. 5 പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 5 വെർട്ടെക്സ് ഉള്ളത് സെൽഫ് കോംപ്ലിമെന്ററി ആണ്. രണ്ടാമത്തേത് ഇത് സെൽഫ് കോംപ്ലിമെന്ററി ആണ്. ഇതിന് നമ്മള് ഇത് 1 2 3 4 5 എന്ന് കൊടുത്താല് 1ഉം 3ഉം തമ്മിൽ ഇതിന് 1 എന്ന് കൊടുക്കുക, ഇതിന് 3 എന്ന് കൊടുക്കുക. ഐസോമോർഫിക് ആക്കണമെങ്കിൽ 1ഉം 3ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്, 1ഉം 4ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്. പിന്നെന്താണ്? 3ഉം 5ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്, 3ഉം 1ഉം തമ്മിൽ എഡ്ജ് ഉണ്ട്. പിന്നെ 4ഉം 1ഉം 4ഉം 2ഉം. കണ്ടോ? ഇതിപ്പോ ഐസോമോർഫിക് ആയി. ഈ രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആയി. ഇത് സെൽഫ് കോംപ്ലിമെന്ററിയാ. പറഞ്ഞ മനസ്സിലായോ? 5 വെർട്ടെക്സ് ഉള്ളത്. ഇവിടെയും 1 2 3 4 5 എഡ്ജസ് ആണുള്ളത്. ഇവിടെയും 1 2 3 4 5 സെൽഫ് കോംപ്ലിമെന്ററി ഗ്രാഫ്സ്. അപ്പൊ ഇത് സെൽഫ് കോംപ്ലിമെന്ററി ആണ്, ഇത് സെൽഫ് കോംപ്ലിമെന്ററി അല്ല. ഇത് രണ്ടും സെൽഫ് കോംപ്ലിമെന്ററി ആകണമെങ്കിൽ എഡ്ജിന്റെ എണ്ണം ഈവനായിരിക്കണം. എന്നാലേ പകുതി മറ്റേതിനകത്തും പകുതി ഇതിനകത്തും വരത്തുള്ളൂ. ഇത് മനസ്സിലായോ? അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ആണ് അടുത്തത്. സ്ഥിരം ചോദിക്കുന്നതാണ്. നിങ്ങളുണ്ടോ? ഉണ്ട് സാർ. പറഞ്ഞ മനസ്സിലായോ? സെൽഫ് കോംപ്ലിമെന്ററി മനസ്സിലായി സാർ. ഇനി ഇതേണ്ട ഈ പ്രോബ്ലം, ഇതിന്റെ ഈ പ്രോബ്ലം എഴുതുക. അതിന്റെ ആൻസർ ഇതിനകത്തില്ല. Prove that if G is self-complementary graph with n vertices, prove that if G is self-complementary graph
with n vertices, then n is either 40 or 40 plus 1 for some integer t. ഇനി സെൽഫ് കോംപ്ലിമെന്ററി ആണെങ്കിൽ, ഒരു ഗ്രാഫ് സെൽഫ് കോംപ്ലിമെന്ററി ആണെങ്കിൽ ജിക്ക് അകത്ത് നേരെ പകുതി എഡ്ജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കംപ്ലീറ്റ് ഗ്രാഫിൽ അതിൽ ഏതെല്ലാം എഡ്ജ്, ഒരു ഗ്രാഫിൽ ഏതെല്ലാം എഡ്ജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫിൽ എത്ര എഡ്ജ് ഉണ്ടോ അതിന്റെ നേരെ പകുതിയായിരിക്കും ഒരു ഗ്രാഫ് സെൽഫ് കോംപ്ലിമെന്ററി ആണെങ്കിൽ അതിനകത്ത് ഉണ്ടാകുക. ഇഫ് ജി ഈസ് സെൽഫ് കോംപ്ലിമെന്ററി, then its edges contain half of all of the possible edges. ഒരു ഗ്രാഫിൽ ഏതെല്ലാം എഡ്ജസ് പോസിബിൾ ആണ് അതിന്റെ നേരെ പകുതിയായിരിക്കും സെൽഫ് കോംപ്ലിമെന്ററി ഗ്രാഫിൽ ഉണ്ടാവുക. Thus, if G has n vertices, its number of edges is n vertices ഉള്ള ഒരു ഗ്രാഫിലെ കംപ്ലീറ്റ് ഗ്രാഫിലെ എഡ്ജിന്റെ എണ്ണം n into n minus 1 by 2 the whole divided by 2. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ് ഗ്രാഫിലെ എഡ്ജിന്റെ എണ്ണം. A complete graph on n vertices has n into n minus 1 by 2 edges. ഇനി സെൽഫ് കോംപ്ലിമെന്ററി ആണെങ്കിൽ അതിന്റെ നേരെ പകുതിയായിരിക്കും ആ ഗ്രാഫിൽ ഉണ്ടാകുക. That is equal to n into n minus 1 divided by 4. അപ്പൊ ഇത് ന്യൂമറേറ്റർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ either n is a multiple of 4 or n minus 1 is a multiple of 4. Thus n or n minus 1 must be a multiple of 4. Thus n or n minus 1 must be a multiple of 4. That is n equal to 40 or n minus 1 equal to 40. That is n equal to 40 or n equal to 40 plus 1 for some t. ആ ചാപ്റ്ററിൽ ഇനിയും ഇതേണ്ട ഈ രണ്ട് പ്രോബ്ലം ഞാൻ ചെയ്യിക്കാം. ഇപ്പം ഞാൻ അതിന്റെ നോട്ട് എടുത്തില്ല, അത് പിന്നീട് ഞാൻ ചെയ്യിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കിപ്പം എല്ലാം കൂടെ പറ്റില്ല. അടുത്ത ഇനി ഇതാണ് പാത്സ് ആൻഡ് സൈക്കിൾസ്. ഇതിൽ എഴുതേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞാൽ അത് ഈ ഗ്രാഫ് എടുത്തോട്ട് paths and cycles.
എ വാക്ക് ഇൻ എ ഗ്രാഫ്, ഇത് എഴുതേണ്ടതാണ് ഡെഫിനിഷൻ. എ വാക്ക് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. W എന്ന് പറയുന്ന ഒരു വാക്കാണ്. W is equal to V0 E1 V1 E2 V2 etc. Vk minus 1 Ek Vk. A walk in a graph G is a finite sequence of vertices and edges whose terms are alternately vertices and edges such that for 1 less than or equal to I less than or equal to K, the edge EI has ends Vi minus 1 and Vi. ഇത് ഇത്ര എഴുതുക. We say that the above walk W is a, അപ്പൊ ഈ വാക്കിനെ നമ്മൾ വിളിക്കുക ഇതിന്റെ സ്റ്റാർട്ടിങ് വെർട്ടക്സും എൻഡ് വെർട്ടക്സും വെച്ചിട്ടാണ് ഒരു വാക്കിനെ നമ്മൾ പേര് വിളിക്കുക. അപ്പൊ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കിനെ V0 Vk വാക്ക് എന്നാണ് പറയുന്നത്. We say that the above walk W is a V0 Vk walk or a walk from V0 to Vk. അതില് നമ്മൾ എവിടെ തുടങ്ങുന്നു അതിനെ ഒറിജിൻ എന്നും ഒറിജിൻ ഓഫ് ദി വാക്ക് എന്നും, എവിടെ അവസാനിക്കുന്നു അതിനെ ടെർമിനസ് ഓഫ് W എന്ന് പറയുന്നു. ഇനി ഒരു നിർബന്ധം ഇല്ലാത്തത്, ഇത് സ്റ്റാർട്ടിങ് വെർട്ടക്സും എൻഡ് വെർട്ടക്സും ഡിഫറൻ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു നടക്കുമ്പോൾ നടക്കുന്നിടത്ത് തന്നെ വന്ന് നിൽക്കാൻ പറ്റും, തുടങ്ങിയിടത്ത് തന്നെ വന്ന് വരാൻ പറ്റും. അതിനാണ് വാക്കെന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ അല്ലാതെയും വരാം. അപ്പോൾ വാക്കുണ്ട്, ട്രെയിലുണ്ട്, പാത്തുണ്ട്, സൈക്കിളുണ്ട്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകരുത്. വാക്കിനകത്ത് അതേപോലെ തന്നെ ദി വെർട്ടിസസ് V1 etc. Vk minus 1 in the above walk are called internal vertices. ഇതിനകത്ത് വരുന്ന ഈ വെർട്ടിസസിന് തുടക്കത്തിലെ അതല്ല, അകത്ത് വരുന്ന V1 മുതൽ Vk minus 1 വരെ ഉള്ളതിനെ നമ്മൾ ഇന്റേണൽ വെർട്ടിസസ് എന്ന് പറയുന്നു. ഇനി the integer k, the number of edges in the walk is called length of the walk W. അപ്പൊ അത്രയും നിങ്ങൾ എഴുതേണ്ടതാണ്. ഇത് വാക്കിന്റെ ലെങ്ത് എന്ന് പറയാൻ അതിനകത്ത് എത്ര എഡ്ജ് ഉണ്ട് അതാണ് ആ വാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വാക്ക് എന്ന് പറഞ്ഞാല് സീക്വൻസ്, ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഒരു വെർട്ടക്സിൽ തുടങ്ങി എഡ്ജുകൾ കയറി മറ്റു വെർട്ടക്സിലൊക്കെ കറങ്ങി ചിലപ്പോൾ ഈ വന്ന വെർട്ടക്സിൽ വീണ്ടും വരാം. അങ്ങനെ വേറൊരു വെർട്ടക്സിൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത് അവസാനിക്കുന്ന ആണ് ഒരു വാക്ക് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് വെർട്ടക്സും ഇനിഷ്യൽ ടെർമിനൽ വെർട്ടക്സും കൂടെ ചേർത്താണ് ഒരു വാക്കിനെ നമ്മൾ നെയിം ചെയ്യുന്നത്. അതിൽ എത്ര എഡ്ജസ് വരുന്നുണ്ടോ അതാണ് ആ വാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഒരു സംഭവം, നോട്ട് ദാറ്റ് ഇൻ എ വാക്ക് there may be repetition of vertices and edges. അപ്പോൾ ഒരു വാക്കിനകത്ത് റെപ്പറ്റീഷൻ ഓഫ് വെർട്ടിസസും എഡ്ജസും ഉണ്ടാകാം. നമ്മൾ പോയിടത്തൂടെ തന്നെ വീണ്ടും പോകാൻ പറ്റും. ഇൻ എ സിമ്പിൾ ഗ്രാഫ് എ വാക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സീക്വൻസ് ഓഫ് വെർട്ടിസസ്. there's only one possible edge with അതിന്റെ ഈ ഇപ്പം ഇത് സെന്റൻസ് ആവശ്യമില്ല. ഇനി എ ട്രിവിയൽ വാക്ക് ഈസ് വൺ കണ്ടെയ്നിങ് നോ എഡ്ജസ്. ഒരു എഡ്ജസ് ഒന്നും ഇല്ലാത്ത ഒരു വാക്കിനെയാണ് ട്രിവിയൽ വാക്ക് എന്ന് പറയുന്നത്. Thus for any vertex V of G, W equal to V gives a trivial walk. ഇത് എഴുതണം. ഇനിയാണ് എക്സാമ്പിൾ വരുന്നത്. ഇതിനകത്ത് ഒരു വാക്കാണ് W1 V1 E1, അതായത് ഇവിടെ തുടങ്ങി V1 തുടങ്ങി E1 വന്നിട്ട് V1 തുടങ്ങി E1 വഴി V2 വരുന്നു. V2 നിന്ന് ഈ എഡ്ജ് വഴി ഇങ്ങനെയാണ് ഇതിന്റെ വാക്ക് വരുന്നത്. E5 വഴി V3 വരുന്നു. V3 നിന്ന് E10 ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും V3 വരുന്നു. അപ്പൊ ഈ V3 എന്ന് പറയുന്ന വെർട്ടെക്സ് 2 തവണ വരുന്നുണ്ട്. V3 വരുന്നു. V3 നിന്ന് E5 വഴി വീണ്ടും E5 കൂടെ പോകുന്നു. ഇങ്ങോട്ട് തിരിച്ചും വരുന്നുണ്ട്.
അപ്പൊ ഇതിനകത്ത് വാക്കിനകത്ത് എഡ്ജും വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യും. E5 വീണ്ടും V2 വന്നു. അപ്പൊ ഇതിന് 2 തവണ വരുന്നുണ്ട് V2. പിന്നെ E3 വഴി പിന്നെ ഇങ്ങനെ വന്ന് V5 അവസാനിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ഇങ്ങനെ വന്ന് ഇതുവഴി വന്ന് ഈ ലൂപ്പ് കറങ്ങി വീണ്ടും ഇതുവഴി വന്ന് ഇങ്ങനെ വരുന്ന ഒരു വാക്കാണ്. ഈ വേറൊരു വാക്ക് W2 is equal to, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും ഒന്നായിരിക്കണമെന്ന് നിർബന്ധമില്ല. സോറി, ഡിഫറൻറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യും, എഡ്ജ് റിപ്പീറ്റ് ചെയ്യും. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര എഡ്ജ് വരുന്നുണ്ട്, അതാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. W2 വേറൊരു വാക്കാണ്. അതെന്ന് പറയുന്നത് W2 എന്ന് പറയുന്ന വാക്ക് V2 ആണല്ലേ. V2 E1 V2 അല്ല V1 ആണ്. V1 നിന്ന് E1 കൂടെ V2 ഇങ്ങനെ പോവുക ആദ്യം. പിന്നെ E1 കൂടെ V1 വരുന്നു. ഇവിടെ വന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. വീണ്ടും E1 വന്നിട്ട് E1 കൂടെ V2, ഇതിൽ കൂടെ വീണ്ടും ഒന്നുകൂടെ പോകുന്നു ഇങ്ങനെ. ഇത് ഒരു വാക്കാണ്. ആർ ബോത്ത് വാക്സ് ഓഫ് ലെങ്ത് 5. ഇതിന്റെ ലെങ്ത് ആദ്യത്തേതിനകത്ത് ഇതിനകത്ത് 1 2 3 4 5 എഡ്ജസ് ആണ്. ഇതിനകത്ത് 1 2 3 എഡ്ജസ് ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 3 ആണ്. From V1 to V5 and V1 to V2 respectively. അപ്പോൾ വോക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, given two vertices U and V of a graph G, a UV walk is called closed or open depending on whether U equal to V or U not equal to V. ഒരു വാക്ക് ക്ലോസ്ഡ് ആകണമെങ്കിൽ അതിന്റെ ആ വാക്കിന്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും ഒന്ന് തന്നെ ആയിരിക്കണം. അതിനെയാണ് ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ അതിനെ ഓപ്പൺ വാക്ക് എന്നാണ് പറയുക. അപ്പൊ ഇതെല്ലാം എഴുതേണ്ടതാണ്. ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. The two examples W1 and W2 above are both open. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ ഈ 2 വാക്കും ഓപ്പൺ വാക്കുകളാണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും ഡിഫറെന്റ് ആണ്. ഇവിടെയും ഡിഫറെന്റ് ആണ്. V1 V2. ഇനി ഒരു ക്ലോസ്ഡ് വാക്ക് ഇവിടെ പറയുന്നുണ്ട്. ഏതാണത്? V1 V5. അതിന്റെ ഇടയ്ക്ക് എഡ്ജ് പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് V5, V1 നിന്ന് V5 വരണമെങ്കിൽ ഇതായിരിക്കും പാത്ത്, സോറി എഡ്ജ്. ഇവിടെ വരുന്നു V5 നിന്ന് V2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു V2, അവിടെ നിന്ന് V4 വഴി V4 ഇങ്ങോട്ട് വരുന്നു. V4 വന്നിട്ട് പിന്നെ V3 ഇങ്ങോട്ട് വരുന്നു. V3 വന്നിട്ട് ഇങ്ങനെ നേരെ ഇങ്ങ് പോരുന്നു, ഇങ്ങോട്ടേക്ക് പോരുന്നു. V1 വരുന്നു. ഈസ് ക്ലോസ്ഡ്. ഇത് V1, ഇത് V1 ആണ്. V1 ക്ലോസ്ഡ് വാക്ക്. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇവിടെ തിരിച്ച് തുടങ്ങിയിടത്ത് തന്നെ വരുന്നു. അതൊരു ക്ലോസ്ഡ് വാക്കാണ്. The edges E1, E2, etc. EK of the വാക്ക് W are distinct, then W is called a trail. ഇനി വാക്കിൽ നിന്ന് അടുത്ത ഒരു ടൈമിലേക്ക് നമ്മൾ ട്രെയിൽ. ഒരു വാക്കില് വെർട്ടെക്സും എഡ്ജും ഡിഫറെന്റ് ആവണമെന്ന് നിർബന്ധമില്ല. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്ത് വരാം, എഡ്ജ് റിപ്പീറ്റ് ചെയ്ത് വരാം. ഇനി ഒരു വാക്കിലെ എഡ്ജസ് എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ അതിനെയാണ് ട്രെയിൽ എന്ന് പറയുന്നത്. If the edges E1, E2, etc. EK of the വാക്ക് W
is equal to or distinct, then W is called a trail. In other words, a trail is a walk in which no edge is repeated. അപ്പം എഴുതേണ്ടതാണ് ഇത് എഴുതേണ്ടതാണ്. No edge is repeated. The examples W1 and W2 above are not trails. ആദ്യം പറഞ്ഞ വാക്കുകളൊന്നും ട്രെയിൽ അല്ല, അതിനകത്ത് എഡ്ജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ രണ്ട് എക്സാമ്പിളില് എഡ്ജസ് E5 ഇവിടെ 2 തവണ വരുന്നുണ്ട്, ഇതിനകത്ത് E1 വരുന്നുണ്ട്. എഡ്ജ് റിപ്പീറ്റ് ചെയ്യാത്ത വാക്കിനെയാണ് ട്രെയിൽ എന്ന് പറയുന്നത്. Repeated in W1, E1 is repeated in W2. However, W3 is a trail. ഇനി അടുത്ത ടേമിലേക്ക് പോവാണ്. If the vertices V0, V1, Vk of the walk are distinct, then W is called a path. അപ്പൊ നമ്മൾ വാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വാക്ക് എന്ന് പറഞ്ഞാല് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഇതിൽ വെർട്ടെക്സ് റിപ്പീറ്റേഷൻ വരും, എഡ്ജ് റെപ്പറ്റീഷൻ വരും. അതിൽ എഡ്ജ് റെപ്പറ്റീഷൻ വരുന്നില്ലെങ്കിൽ അതിനെയാണ് ട്രെയിൽ എന്ന് പറയുന്നത്. ഇനി അതിൽ വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർലി any two paths with the same number of vertices are isomorphic. A path with n vertices will sometimes be pathine Pn എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. Note that Pn has length n-1. ഈ തീരത്തിന് മുമ്പ് വരെ എടുക്കുക. In other words, a path is a walk in which no vertex is repeated. ഇത് എഴുതണം. Thus, in a path no edge can be repeated either. So, every path is a trail. Not every trail is a path. Though, for example, W3 ഇതെല്ലാം എഴുതിക്കോ. തീരം അടുത്ത ദിവസം പറയാം. അപ്പൊ ഞാൻ ഇതും കൂടെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. നോട്ട് എഴുതേണ്ട, ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നതാണ്. ശരിയെന്നാ. Thank you, sir. Okay, sir.